നമസ്കാരം ധന്യ. നമസ്കാരം സിനുജി. ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വസ്ത്ര കയറ്റുമതി, വസ്ത്രനിർമ്മാണം ആ മേഖലയിൽ ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനമായിരുന്നു നമ്മുടെ ബംഗ്ലാദേശിനുണ്ടായിരുന്നത്. US-ലും UK-ലും ഒക്കെ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് വസ്ത്രങ്ങൾ തേടി പിടിച്ച് വാങ്ങിക്കുമായിരുന്നു. ആ ഒരു ബ്രാൻഡായിരുന്നു അവരൊരു ബ്രാൻഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ആഭ്യന്തര സാഹചര്യം വെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരികയും ചെയ്തതോടെ അവിടുത്തെ ഈ വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ മിക്കവാറും കലാപം ഉണ്ടാകുന്നതോടെല്ലാം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ വസ്ത്രനിർമ്മാണ മേഖല ഏതവസ്ഥയിലാണ് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമെന്ന്. അതായത് ബംഗ്ലാദേശാണ് ലോകത്തിൽ തന്നെ വസ്ത്ര വ്യാപാര രംഗത്ത്, കയറ്റുമതി രംഗത്ത് ലോകത്ത് 2ാം സ്ഥാനത്ത് നിന്നത്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ചൈനയാണ്, നമുക്കറിയാലോ. സ്വാഭാവികമായും ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലേക്ക് അന്ന് ഈ വസ്ത്രം ഉൽപ്പാദനത്തിന് വേണ്ട ചണം ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയാണ് കയറ്റി അയക്കുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ് എന്നുള്ളതുകൊണ്ടും ഒരു സഹായം എന്ന നിലയിലും ഇന്ത്യ അത് ചെയ്തു. ആ രീതിയിലാണ് ബംഗ്ലാദേശ് ആ മേഖലയിൽ വലിയ ഉയർച്ച നേടിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുന്നു, ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ രാജ്യത്ത് മൊത്തം ഒരു അരാജക നിലനിൽക്കുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് സാമ്പത്തികമായി ആ രാജ്യം വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ വ്യവസായ സംരംഭങ്ങൾ എല്ലാം തകർന്നടിയുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ വലിയൊരു കയറ്റുമതി സ്ഥാപനം അല്ലെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്ന ബംഗ്ലാദേശിന് ആ ഇമേജ് നഷ്ടപ്പെട്ടു. കാരണം കലാപം നടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് തങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് വസ്ത്രങ്ങൾ എത്തിച്ചു തരാൻ കഴിയുന്നത്? ഇപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ സ്റ്റുഡിയോ, മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞ വിലയ്ക്ക് തുണികൾ കിട്ടുന്ന ചില ഷോറൂമുകളുണ്ട് അല്ലേ. ഏതാണ്ട് 500 to 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങളുടെയൊക്കെ ഒരു ബ്രാൻഡ് എടുത്ത് നമ്മൾ നോക്കിയാൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന താരതമ്യേന വില കുറഞ്ഞ വസ്ത്രങ്ങൾ നമ്മുടെ അതെ ക്വാളിറ്റി ഉണ്ട്. ഞാൻ വില കുറവെന്ന് പറഞ്ഞാൽ അതായത് ഒരു 10 തവണയ്ക്കുള്ളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് പോകാൻ കഴിയുന്ന താരതമ്യേന വിലക്കുറവുള്ള ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ. ഇതുകൂടാതെ ഹൈ ക്വാളിറ്റി ഉണ്ട്, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ രീതിയിലും ബംഗ്ലാദേശ് നിർമ്മിച്ചുകൊണ്ടിരുന്നു. പക്ഷേ രാജ്യത്ത് വലിയ കലാപം ഉണ്ടായപ്പോൾ ഈ വ്യവസായ മേഖലകളെല്ലാം സ്തംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും വസ്ത്രങ്ങൾ ആവശ്യമുള്ള മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, അവർ ഈ സമയത്ത് ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഓർഡർ ചെയ്താലേ ബൾക്കായിട്ട് ഈ വസ്ത്രങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. ഷിപ്പിലും വിമാനത്തിലൊക്കെ എത്തിക്കണമല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അത്തരം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആ വസ്ത്രനിർമ്മാണം നടക്കുമോ എന്നത് സംബന്ധിച്ച് അവർക്ക് ആശങ്ക. പിന്നെ അവർ നോക്കുന്നത് എന്താ, അടുത്ത രാജ്യമേതാ നോക്കുമ്പോൾ ഇന്ത്യ. തിരുപ്പൂരും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണ മേഖലകളിലേക്ക് ഇവർ ബൾക്കായിട്ട് ഓർഡർ എത്തിക്കുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് വരുന്ന ന്യൂ ഇയർ ക്രിസ്മസ് കാലത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ തുണികൾ കയറ്റുമതി ചെയ്യണം. അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയാണെന്ന് അവർ കണ്ടെത്തി. അപ്പം ഓർഡറുകൾ ധാരാളമായി വന്നപ്പോൾ തിരുപ്പൂരിൽ ഈ ധാരാളം ഓർഡർ വന്ന അവർക്ക് പല ഓർഡറുകളും റിജക്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ഇത്രയും പറ്റില്ല. മഹാരാഷ്ട്രയിലെ കമ്പനികളിലേക്ക്, തുണിമില്ലിലേക്ക് ചെല്ലുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് പറ്റില്ല. ഉത്തർപ്രദേശിലെ തുണിമില്ലിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവർ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ 2-3 ഇരട്ടി ഓർഡറുകൾ അവരിലേക്ക് എത്തുകയാണ്. അപ്പോൾ കൃത്യസമയത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ആണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ആഘോഷ സമയം എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് വസ്ത്രങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് വസ്ത്രങ്ങൾ കയറ്റി അയച്ചുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതിന് വലിയ ഇടിവുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. ഈ 1978 ഈ ഒരു വസ്ത്ര വ്യവസായ വിപ്ലവത്തിന് ബംഗ്ലാദേശിൽ തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു തലവര മാറ്റിയത് അപ്പോഴാണ്. നൂറൽ ഖോദർ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് തുടക്കമിട്ടതും. അദ്ദേഹം 130 ട്രെയിനികളെ അയച്ചുകൊണ്ട് വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ ചുവടുവയ്പ്പുകൾ നടത്തിയത്. ഈ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ഈ ചൈനയായിരുന്നു വസ്ത്രനിർമ്മാണ മേഖലയിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം ബംഗ്ലാദേശിലായിരുന്നു. അത്തരത്തിലൊരു വളർച്ച ബംഗ്ലാദേശിനുണ്ടായിരുന്നു. ആ ബംഗ്ലാദേശിൽ കലാപങ്ങൾ ഉണ്ടായപ്പോൾ പൊതുവെ വ്യവസായികൾക്ക് ബംഗ്ലാദേശിൽ നിന്ന് വസ്ത്രം വാങ്ങാനും പണം നിക്ഷേപിക്കാനും ഒക്കെ ഒരു ഭയം തുടങ്ങി. കാരണം ഇനി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഒരു ഇടപെടൽ, അമേരിക്ക, ചൈന ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ മറ്റ് വ്യവസായികളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്ര വ്യവസായശാലയിൽ ബംഗ്ലാദേശിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നേട്ടം കൊയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അതായത് ഷെയ്ഖ് ഹസീന വന്നപ്പോൾ കോടികളുടെ ഡോളറുമായി ഇന്ത്യക്ക് ഒരു ഭാഗ്യം പോലെയാണ് വന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കൊണ്ടിരുന്നവർ ഇനിയിപ്പോൾ ഇന്ത്യയെ ആശ്രയിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് കൂടുതൽ വാണിജ്യപരമായ വികസനം ഇന്ത്യക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത്.
ഒരു ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ബംഗ്ലാദേശിന്റെ സ്ഥിതി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി ബംഗ്ലാദേശ് എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും ബംഗ്ലാദേശിൽ ഇനി വ്യവസായം, ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ പച്ച പിടിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഒരു ചോദ്യം കൂടെ. അപ്പൊ ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഈ വസ്ത്രനിർമ്മാണ മേഖലയിൽ ഒരു വെല്ലുവിളി ആയിരുന്നിരിക്കും. അപ്പൊ ഈ ഒരു ബംഗ്ലാദേശിന്റെ ഒരു പതനമെന്ന് തന്നെ പറയാം ബംഗ്ലാദേശിന്റെ അവസ്ഥ. അത് ഈ ഭാവിയിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രയോജനങ്ങൾ തന്നെ ചെയ്യുമായിരിക്കില്ലേ? ഇന്ത്യ സബ് കോണ്ടിനെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ചെറു രാജ്യങ്ങളെ എല്ലാ കാലത്തും സഹായിച്ചിട്ടേ ഉള്ളൂ. സത്യത്തിൽ ഈ ബംഗ്ലാദേശിന് വലിയ തുണി വ്യവസായത്തിൽ നേട്ടങ്ങൾ ഉണ്ടായത് ഇന്ത്യ വിട്ടുകൊടുത്തിട്ടാണ്. അതായത് ഇന്ത്യ ഇവിടുന്ന് ചണവും മറ്റ് അസംസ്കൃത വസ്തുക്കളും കയറ്റി അയക്കുന്നു. മറ്റൊരു രാജ്യവും വികസിക്കട്ടെ, ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യങ്ങളാണ്, അവരും കൂടെ നിന്നാൽ മാത്രമേ തങ്ങളുടെ ഒരു മേധാവിത്വം അല്ലെ തങ്ങളുടെ നയതന്ത്രപരമായ ഇടപെടലിലൊക്കെ ഇവരുടെ ഒരു പിന്തുണ ഉണ്ടാവും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുവേണ്ടി മുഹമ്മദ് യൂനിസിനെ മുന്നിൽ നിർത്തി ആദ്യം ചില കളികൾ നടത്തുന്നു. ഇന്ത്യക്കാരെ ചൊറിയുന്നു. എന്നിട്ട് പറയുന്നു ഹസീനയെ വിട്ടു തന്നില്ലെങ്കിൽ ഇന്ത്യ വിവരം അറിയും, ഇന്ത്യ ഹസീനയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തരുത് എന്നൊക്കെ പറയുന്നു. അതായത് ചെറിയ അണ്ണാൻ എന്നൊക്കെ പറയത്തില്ല, അത് വന്ന് ആനയുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കത്തില്ല, അതുപോലെയുള്ള വെല്ലുവിളി. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ തകർന്നടിയുന്ന വ്യവസായത്തെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ല. അമേരിക്ക ഇടപെട്ടിട്ടാണ് ഈ ബംഗ്ലാദേശിൽ ഇത്രയും നാശങ്ങളെല്ലാം സൃഷ്ടിച്ചത്, അവിടുത്തെ സർക്കാരിനെ പുറത്താക്കിയത്. അപ്പോൾ ചൈനയുടെയും അമേരിക്കയുടെയും സഹായം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അവരുടെ സ്വാർത്ഥത കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ രാജ്യത്തെ കൈവിട്ടു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യവസായം തകരുന്നു, അവിടുത്തെ ജനങ്ങളുടെ ജോലി ഇല്ലാതാകുന്നു, സ്കൂളിലേക്കും കോളേജുകൾക്കും വിദ്യാർത്ഥികൾക്കും പോകാൻ പറ്റാതെയാകുന്നു, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നു എന്ന വാർത്ത ലോകമെമ്പാടും പരന്നതോടുകൂടി UN-ന്റെ അടക്കം സപ്പോർട്ട് ബംഗ്ലാദേശിന് അന്യമായി പോകുന്നു. അതുകൊണ്ട് ഈ ബംഗ്ലാദേശ് ഇനി ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ വർഷങ്ങളെടുക്കും. മാത്രമല്ല ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശരിയായ രീതിയിൽ പിന്തുടരണമെങ്കിൽ മാത്രമേ അവർക്ക് ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കിയവരുടെ ലക്ഷ്യം ഈ ജമാഅത്ത് ഇസ്ലാമിയെ ഭരണത്തിലേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ താലിബാന് സമാനമായ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക, പിന്നീട് മതപരമായ കാര്യങ്ങളെ അവിടെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ അവിടുത്തെ ഹൈന്ദവർ, അതുപോലെ പാഴ്സികൾ, മറ്റ് ജൈനർ തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മതരാഷ്ട്രമായിട്ട് മാറ്റുന്നു. കാരണം ജമാഅത്ത് ഇസ്ലാമി ഇന്ന് വരെ ലോകത്ത് ഒരു ഭരണകൂടത്തിനും നേതൃത്വം നൽകിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ നിലപാട് എന്താണ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുക, അവരെങ്ങനെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കും, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ബംഗ്ലാദേശിനും ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് സ്വന്തമായി പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ, അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്ന അവസ്ഥ, വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സംഭവിച്ചുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പൊ ഈ വസ്ത്രനിർമ്മാണമായിരുന്നല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ കൂലി വളരെ കുറവ്, ഉൽപാദന ചെലവ് വളരെ കുറവാണ്, കൂലി കുറവാണ്, പിന്നെ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ വ്യവസായങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിർമ്മിക്കാനും അത് വിപണിയിൽ അത് ഇറക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തിരുപ്പൂരും നമ്മുടെ ഉൽപാദന ചെലവ് കൂടുതലാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ചെലവ് വരുമായിരുന്നു. അപ്പോൾ നമ്മുടേതിന് സ്വാഭാവികമായും വില കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ ഒരുപാട് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ബംഗ്ലാദേശ് ഈ ഒരു താണസ്ഥിതിക്ക് അവരുടെ പോയതിനു ശേഷം ബംഗ്ലാദേശിന്റെ അവസ്ഥ പരിതാപകരമാണ്. ആ സ്ഥിതിക്ക് ഇന്ത്യക്ക് തന്നെയാണ് അതിന്റെ നേട്ടം, നമ്മുടെ വസ്ത്രമേഖലയ്ക്ക്. അതായത് ഹസീനയെ തകർക്കാൻ നോക്കിയത് ആരൊക്കെയാണോ അവർക്ക് തിരിച്ചടി കിട്ടി. സ്വന്തം കന്നിയിൽ മണ്ണിട്ട് കൊണ്ട് തന്നെ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവരുടെ വ്യവസായങ്ങൾ തകരുന്നതിലൂടെയും അവിടുത്തെ ഇപ്പോഴത്തെ അരാജകത്വമായ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വസ്ത്രങ്ങൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനുള്ള കാരണം ബംഗ്ലാദേശിൽ ഒരു പണിയില്ല. അപ്പോൾ ഒരു കുടിൽ വ്യവസായം എന്ന നിലയിൽ അവൻ്റെ അടുത്ത് പറയാണ്, നീ ഒരു ഡ്രസ്സ് തയ്ച്ചതാ, അപ്പോൾ അവന് എളുപ്പം കിട്ടുന്ന 20 രൂപയായിരിക്കും. അങ്ങനെ അവൻ പറയും ഞാൻ 100 എണ്ണം തയ്ച്ചു തരാം, അപ്പോൾ 100 × 20 ആ പൈസ മാത്രമാണ് അവൻ്റെ നേട്ടം. അതുകൊണ്ടാണ് ആ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഈ വസ്ത്രങ്ങൾ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യയിൽ സ്വാഭാവികമായും ഉൽപ്പാദന ചെലവ് കൂടുതലാണ്, കൂലി കൂടുതൽ വേണം എന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ പല ഷോറൂമുകളിലെ ഈ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കിട്ടുന്ന പോലെ ക്വാളിറ്റിയുള്ള ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ഇനി കുറവായിരിക്കും. ഇനി ഈ പറയുന്ന ഇന്ത്യ, അതുപോലെ തന്നെ ചൈനയ്ക്ക് അറിയാലോ ഈ ഒരു മാർക്കറ്റ് എങ്ങനെ പിടിക്കണമെന്ന് കൃത്യമായി അറിയുന്ന രാജ്യമാണ്. അവർ അതിനെക്കാട്ടിയും വില കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാലോ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ബംഗ്ലാദേശ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചൈന മുന്നോട്ട് വരാം. ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടല്ല, അല്ലാതെ തന്നെ തേടി പിടിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് യൂറോപ്പുകാർക്ക് ഏറ്റവും വലിയ ആഘോഷകാലമാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ സീസണാണ്.
അതുകൊണ്ട് അവർക്ക് പുതിയ വസ്ത്രം വേണം, പുതിയ കമ്പിളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണം. ഇതിനെല്ലാം തന്നെ വലിയൊരു വാണിജ്യ കേന്ദ്രമായി ഇന്ത്യ മാറുന്നു. അപ്പോൾ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി ട്രേഡ് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധമുള്ളതുകൊണ്ട് ഈ ട്രേഡ് ഇനിയും വർദ്ധിക്കും. അപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയേക്കുന്നത് ബംഗ്ലാദേശിനാണ്. അവരുടെ ബിസിനസ്, വ്യാപാരങ്ങൾ, അതുപോലെ തന്നെ ഉപജീവന മാർഗങ്ങൾ എല്ലാം തന്നെ തകർന്നടിഞ്ഞു. ഇനി ഒന്നേന്ന് കെട്ടിപ്പടുക്കണം. അത് എത്ര കാലം വേണ്ടി വരും? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ബംഗ്ലാദേശിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.